ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഈ ചാനൽ ആരെങ്കിലും ഫസ്റ്റായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഫസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കാണാം. മഹേഷ് മേഘയോട് പറയാണ്, അത് അവരെ കേൾപ്പിച്ച് കൃത്യമായ തെളിവോടുകൂടി പറയുമ്പോൾ അവർ വിശ്വസിച്ചോളൂ. ആ സമയത്ത് മേഘ മനസ്സിൽ ചിന്തിക്കുകയാണ്, ഇവൻ എന്നോട് വിശ്വസ്തനാണെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഇവൻ എന്നെ തന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുകയാണല്ലോ. ഞാൻ സംസാരിച്ച ഫോൺ കോളുകളൊക്കെ റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഞാൻ ചന്ദ്രികയെ തട്ടിക്കൊണ്ട് പോകാൻ പറഞ്ഞ കാര്യം പുറത്തറിഞ്ഞാൽ ജാനകിയമ്മായി പോലും എന്നെ സംശയിക്കുമല്ലോ. അമ്മായിക്ക് എന്നോടുള്ള വിശ്വാസം മൊത്തത്തിൽ നഷ്ടപ്പെടും. എങ്ങനെയെങ്കിലും ഇവൻ്റെ കയ്യിലുള്ള തെളിവുകളൊക്കെ ഇല്ലാതാക്കണം. അല്ല, നിനക്ക് പണമല്ലേ വേണ്ടത്? എനിക്ക് ഒരാഴ്ചത്തെ സമയം തരൂ. ഞാൻ പണം അറേഞ്ച് ചെയ്തിട്ട് നിന്നോട് പറയാം. അങ്ങനെ വഴിക്ക് വരട്ടെ. ഒരാഴ്ചയാക്കണ്ട, 10 ദിവസം വേണമെങ്കിലും എടുത്തോ. പക്ഷേ മേഡം പറഞ്ഞതുപോലെ എനിക്ക് 20 ലക്ഷം രൂപ ഉറപ്പായും കിട്ടണം. മേഡം എനിക്ക് പണം തന്നില്ലെങ്കിൽ ഞാനും മേഡവും സംസാരിച്ച ഫോൺ റെക്കോർഡ്സ് മുഴുവനും നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവരെയും ഞാൻ കേൾപ്പിക്കും. എന്നാൽ ഞാൻ ഇറങ്ങട്ടെ, പിന്നെ കാണാം എന്ന് പറഞ്ഞ് മഹേഷ് ഇറങ്ങാണ്. മഹേഷ് പോയി കഴിഞ്ഞപ്പോൾ മേഘ പറയാണ്, എൻ്റെ ചോറ് കഴിച്ചിട്ട് എനിക്ക് തന്നെ നീ ദ്രോഹം ചെയ്യാണോ? പിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് നീ കണ്ടോ. മഹേഷ് അതും പറഞ്ഞു പോയി. മേഘ ദേഷ്യത്തോടെ മഹേഷിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. മേഘ വണ്ടിയുമായി ദേഷ്യത്തോടെ വരികയാണ്. അതിൻ്റെ ഇടയിൽ ചന്ദ്രനച്ഛനെ വിളിക്കുകയാണ് ഫോണിൽ. ചന്ദ്രനച്ഛൻ ഫോൺ അറ്റൻഡ് ചെയ്തു. പറ മേഘ. അച്ഛാ, അച്ഛനിപ്പോൾ എവിടെയാണ് ഉള്ളത്? ഞാനിവിടെ വീട്ടിനടുത്ത് തന്നെ ഉണ്ട്. എന്താ മോളെ, ഒരു 5 മിനിറ്റ് എന്നെ പാർക്കിൽ വന്ന് ഒന്ന് കഴിഞ്ഞിട്ട് പോകാമോ? ശരി മോളെ, ഉടനെ വരാം. മേഘ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ചിന്തിക്കുകയാണ് മഹേഷ് പറഞ്ഞ കാര്യം. ഒരു 20 ലക്ഷം രൂപ തരുവാണെങ്കിൽ നാട്ടിൽ പോയി ഒരു കട തുടങ്ങി ജീവിച്ചോളാം. എൻ്റെ കയ്യിൽ പണമൊന്നുമില്ല, വേഗം ഇവിടുന്ന് പോകാൻ നോക്ക്. നിങ്ങളാണ് എന്നോട് ചന്ദ്രികയെ തട്ടിക്കൊണ്ടുവരാൻ പറഞ്ഞതെന്ന് ഞാൻ മഹേന്ദ്ര സാറിനോടും സിദ്ധാർത്ഥ് സാറിനോടും ഒക്കെ പറയും. നിങ്ങൾ എന്നോട് സംസാരിച്ച ഫോൺ കോളുകളുടെ റെക്കോർഡ്സ് പോലും എൻ്റെ കയ്യിലുണ്ട്. അതവരെ കേൾപ്പിച്ച് കൃത്യമായ തെളിവോടുകൂടി പറയുമ്പോൾ അവർ പിന്നെ വിശ്വസിക്കാതിരിക്കുമോ? ഒടുവിൽ ചന്ദ്രനച്ഛൻ വന്ന് വിളിക്കുകയാണ്. മേഘ, എന്താ മോളെ, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞല്ലോ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? അതെ അച്ഛാ, മഹേഷ് എന്നെ ഭീഷണിപ്പെടുത്തുന്നു. എന്താ മോളെ ഈ പറയുന്നേ? അതെ അച്ഛാ, മഹേഷ് എന്നോട് സെറ്റിൽമെൻറ്റ് ചോദിക്കുക. എന്താ മോളെ പെട്ടെന്ന് അവരങ്ങനെ ചോദിക്കാൻ? ചന്ദ്രികയെ മഹേഷ് വിവാഹം ചെയ്താൽ അവന് ലൈഫ് ലൈൻ സെറ്റിൽമെൻറ്റ് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പക്ഷേ അവനെക്കൊണ്ട് ചന്ദ്രികയെ വിവാഹം കഴിക്കാൻ പറ്റിയില്ല. ചന്ദ്രികയെ തട്ടിക്കൊണ്ടു പോയതുകൊണ്ട് അറസ്റ്റിലായി ജയിലിലൊക്കെ പോകേണ്ടി വന്നു. ഞാൻ കാരണം അവൻ വല്ലാതെ കഷ്ടപ്പെട്ടു എന്ന്. അതിനുള്ള പ്രായശ്ചിത്തായിട്ട് ലൈഫ് ലൈൻ സെറ്റിൽമെൻറ്റ് ചോദിക്കാച്ചാ. ലൈഫ് ലൈൻ സെറ്റിൽമെൻറ്റ് എന്ന് ചോദിച്ചാൽ എത്രയാണ് അവൻ ചോദിക്കുന്നത്? 20 ലക്ഷം രൂപ അവൻ ചോദിക്കുക. അത് ഞാൻ കൊടുത്തില്ലെങ്കിൽ നേരെ ചെന്നിട്ട് മഹേന്ദ്രൻ അച്ഛനോട് ഞാൻ പറഞ്ഞിട്ടാണ് ചന്ദ്രികയെ തട്ടിക്കൊണ്ടുപോയത് എന്ന് അവൻ പറയും എന്നാണ് പറയുന്നത്. എല്ലാ സത്യവും ഞാൻ പറയും എന്ന് പറഞ്ഞ് അവൻ എന്നെ ഭീഷണിപ്പെടുത്തുക. അവന് അത്രയ്ക്ക് അഹങ്കാരമായോ? അതെ അച്ഛാ, എനിക്ക് 10 ദിവസത്തെ ടൈം തന്നിരിക്കാം. അതിനുള്ളിൽ അവന് 20 ലക്ഷം രൂപ കൊടുത്തില്ലെങ്കിൽ അവൻ സത്യം എല്ലാവരോടും പറയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയാണ്. അത് അവൻ വെറുതെ ഓരോന്ന് പറയുന്നതാ. അത് കേട്ട് മോള് പേടിക്കണ്ട, അവൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നീ ഒന്ന് സമാധാനിക്കും മോളെ. ശരി അച്ഛാ, ഇക്കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ അച്ഛനോട് വരാൻ പറഞ്ഞത്. ശരി മോളെ, അവനെ ഞാൻ നോക്കിക്കോളാം. നീ വിഷമിക്കണ്ട, ധൈര്യമായിട്ടിരിക്കേ. ശരി അച്ഛാ, എന്നാൽ ഞാൻ ഇറങ്ങട്ടെ. ചന്ദ്രികയും കൂട്ടി സിദ്ധു ഓരോ ഇടത്തും പോവുകയാണ്. എന്നിട്ട് സിദ്ധു വിളിക്കുകയാണ്, വാ ചന്ദ്രികെ. അയ്യോ, സത്യം പറഞ്ഞാൽ എനിക്ക് നാണാവുന്നു സിദ്ധു സാർ. എന്താടോ ഇതിലൊക്കെ എന്താ ഇത്ര നാണിക്കാൻ? അങ്ങോട്ട് ചന്ദ്രികെ, വാ അങ്ങോട്ട്. നേരെ എത്തിയത് മുല്ലപ്പൂ വിൽക്കുന്ന അവരുടെ അടുത്താണ്. അപ്പോൾ അവർ ദൂരത്ത് നിന്നേ വിളിക്കുകയാണ്, അനിയാ എന്താ ഇത്? ഭാര്യയ്ക്ക് കുറച്ച് മുല്ലപ്പൂ വാങ്ങി തലയിൽ വെച്ച് കൊടുക്ക്. 2 മുഴയെങ്കിലും വാങ്ങി വെച്ച് കൊടുക്ക്. അല്ലല്ല, എന്താ പറഞ്ഞേ ചേച്ചി? എന്താ പറഞ്ഞേ? അത് ഭാര്യയ്ക്ക് പൂ വാങ്ങി കൊടുക്കാനാണ് പറഞ്ഞേ. സിദ്ധു ചന്ദ്രികയെ നോക്കുകയാണ്. ചന്ദ്രിക ചിരിക്കുകയാണ്. അപ്പോൾ സിദ്ധു അവരോട് പറയാണ്, ചേച്ചി ഒരു തവണ കൂടി അങ്ങനെ പറയാമോ? ഭാര്യയ്ക്ക് പൂ വാങ്ങിക്കൊടുത്തിട്ട് അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ. അയ്യോ, സിദ്ധു വീണ്ടും ചന്ദ്രികയെ നോക്കാണ്. ചേച്ചി ഒരു തവണയും കൂടി അങ്ങനെ പറയുമോ? ഭാര്യയ്ക്ക് പൂ വാങ്ങിക്കൊടുത്ത്. അപ്പോൾ ചന്ദ്രിക പറയാണ്, മതി, നിർത്തോ ഒന്ന്. അത് കേട്ട് സിദ്ധു ചിരിക്കുകയാണ്. എന്തിനാ വീണ്ടും വീണ്ടും പറയുന്നേ? അല്ല ചേച്ചി, ഇവളെ എൻ്റെ ഭാര്യ എന്ന് പറഞ്ഞില്ലേ, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു, അതുകൊണ്ടാണ് പറഞ്ഞത്. വീണ്ടും വീണ്ടും പറയുന്നത് കേൾക്കാൻ നല്ല രസമുണ്ട്. അപ്പോൾ ഇതുവരെ നിങ്ങളുടെ കല്യാണം കഴിഞ്ഞില്ലേ? ഇനിയും കഴിഞ്ഞിട്ടില്ല. പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ വിവാഹം നടക്കാനായി പ്രാർത്ഥിക്കുകയാണ്. ഉറപ്പായിട്ട് നടക്കും, ഞാനും ഭഗവാനോട് പ്രാർത്ഥിക്കാം. ശരി ചേച്ചി, ഇത്രയും പറഞ്ഞല്ലോ, ഒരു 2 മുഴം പൂ തന്നേക്ക്. ഇപ്പം തരാം. തന്നേക്ക് എന്ന് പറഞ്ഞ് സിദ്ധു പൂ വാങ്ങിച്ച് പൈസ കൊടുത്തു.
അങ്ങനെയൊന്നും പറയല സാർ, എനിക്ക് എന്തോ പോലെ തോന്നുന്നു. എന്ത് എന്തോ പോലെ എന്ന് വെച്ചാൽ എന്താ തോന്നുന്നേ? ചുമ്മാ ഇരിക്കും സാർ. ശരി ശരി, ഞാൻ മിണ്ടുന്നില്ല. ചന്ദ്രിക പൂ വാങ്ങിച്ച് തലയിൽ വെച്ചു. സിദ്ധു വാ എന്ന് പറഞ്ഞ് രണ്ടുപേരും പോവാണ്. എന്തിനാ സാർ അവരെ കൊണ്ട് വീണ്ടും വീണ്ടും അങ്ങനെ പറയിച്ചത്? നമ്മുടെ മനസ്സിലുള്ള കാര്യം അതുപോലെ ഒരാൾ പറയുന്നത് കേൾക്കാൻ നല്ല രസമായിരിക്കുമല്ലോ. ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടാവുമല്ലോ. എനിക്കത് ഉണ്ടായി, അതുകൊണ്ട് ഞാൻ വീണ്ടും വീണ്ടും പറയാൻ പറഞ്ഞു. ഒരുപക്ഷേ ഞാൻ സാറിനെ കല്യാണം കഴിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അപ്പോൾ എന്ത് ചെയ്യും? ഞാൻ മരിക്കുന്നത് വരെ നിന്നെ സ്നേഹിച്ചുകൊണ്ടേയിരിക്കും. ദാറ്റ്സ് ഓൾ യുവർ ഓണർ. അത് കേട്ട് ചന്ദ്രികയുടെ മനസ്സിൽ നല്ല സന്തോഷം തോന്നി. ക്ഷേത്രത്തിൽ പോയി പൂജാരിയെ കണ്ടു. പൂജാരി ചോദിക്കുകയാണ്, അല്ല ചന്ദ്രിക തന്നെയാണോ ഇത്? ചന്ദ്രിക ആള് തന്നെ മാറിപ്പോയല്ലോ. ഈ വേഷത്തിൽ നീ നന്നായിട്ടുണ്ട്. എൻ്റെ കണ്ണ് തന്നെ ഇപ്പോൾ തട്ടുമെന്നാണ് തോന്നുന്നത്. വീട്ടിൽ ചെന്നാൽ ഉടനെ ദൃഷ്ടി ഒഴിഞ്ഞേക്ക്. പിന്നെ സിദ്ധുവിനെ കാണിച്ചിട്ട് ചോദിക്കുകയാണ്, ഇദ്ദേഹം ആര്? ഇദ്ദേഹത്തെ ഇതുവരെ കൂടെ കണ്ടിട്ടേ ഇല്ലല്ലോ. ഞാൻ ചന്ദ്രികയുടെ മുറച്ചെറുക്കനാ. ഓ, മുറച്ചെറുക്കനാണോ? ഇപ്പം മനസ്സിലായി. ചന്ദ്രികയുടെ ഈ മാറ്റത്തിന് കാരണം നിങ്ങളാണല്ലേ? കൃത്യമായിട്ട് കണ്ടുപിടിച്ചല്ലോ. നിങ്ങൾ തമ്മിൽ നല്ല ചേർച്ചയാ. എന്നാൽ പിന്നെ രണ്ടുപേരും വിവാഹം കഴിച്ച് സന്തോഷമായി ജീവിക്കാൻ നോക്ക്. പൂജാരി ചോദിക്കുകയാണ്, ആരുടെ പേരിലാണ് അർച്ചന? മഹീന്ദ്രൻ ലക്ഷ്മി, ചന്ദ്രിക മലർ. സാർ, സിദ്ധാർത്ഥ് കൂടിയുണ്ട്. സിദ്ധാർത്ഥ്. പേര് കൂടി ചേർത്ത് അർച്ചന ചെയ്താൽ മതി. ആ ശരി മോളെ. ഇത് പറയാണ്, വളരെ നന്ദി. എന്തിനാ? നിന്റെ കുടുംബത്തിൽ എന്നെയും ചേർത്തല്ലോ, അതിനാ താങ്ക്സ് പറഞ്ഞ. സാർ എപ്പോഴേ എൻ്റെ കുടുംബത്തിലെ അംഗമായി കഴിഞ്ഞു. അത് കേട്ട് സിദ്ധു ചിരിക്കുകയാണ്. പൂജയൊക്കെ കഴിഞ്ഞ് പൂജാരി പ്രസാദം കൊടുക്കണം. ചന്ദ്രിക പ്രസാദം തൊട്ടുവെക്കുന്ന സമയത്ത് സിദ്ധു പറയാണ്, ഏയ് എന്തിനാ ഇങ്ങനെ ധൃതി പിടിക്കുന്നേ? അതെന്താ സാർ? ഞാനിവിടെ ഉള്ളപ്പോൾ നീ എന്തിനാ കുങ്കുമം തൊടുന്നേ? ഞാൻ തൊട്ടു തരും, ഓക്കെ? കല്യാണം കഴിഞ്ഞിട്ട് ഇതൊക്കെ ചെയ്താൽ പോരെ സാർ? ഇപ്പം മുതലേ ഞാൻ തന്നെ തൊട്ടു തരും. വേണ്ട സാർ, കാണുന്നവർ എന്തൊക്കെയെങ്കിലും വിചാരിക്കും സാർ. വിചാരിക്കുന്നവരങ്ങ് വിചാരിക്കട്ടെ. ചന്ദ്രിക, ഈ മുല്ലപ്പൂവും വെച്ച് കുങ്കുമം ഇട്ടപ്പോൾ നിന്നെ കാണാൻ എന്ത് ഭംഗിയുണ്ടെന്നറിയോ? ഒരു പ്രത്യേക സ്റ്റൈൽ. ഇതൊരു ക്ഷേത്രമാണ് സാർ. ഇവിടെ നിന്ന് ഇങ്ങനെയൊന്നും സംസാരിക്കരുത്. ഞാൻ പോയി പ്രദക്ഷിണം വെച്ചിട്ട് വരാം. സാർ ഇവിടെ നിൽക്കണേ. ചന്ദ്രിക അല്പദൂരം നടന്നതിന് ശേഷം തിരിഞ്ഞ് നോക്കുകയാണ്. എന്നെ നോക്കുമ്പോൾ സിദ്ധു ചന്ദ്രികയെ തന്നെ നോക്കുന്നതാണ് കാണുന്നത്. ചന്ദ്രിക പ്രദക്ഷിണം വെക്കാൻ വേണ്ടി പോയ സമയത്ത് സിദ്ധുവും ചന്ദ്രികയുടെ കൂടെ തന്നെ പോവാണ്. എന്നെ കാണിക്കുന്നത് മേഘ പ്രിയയ്ക്ക് ഫുഡ് കൊടുക്കുന്നതാണ്. ഇങ്ങോട്ട് നോക്കുമ്പോളെ, ദാ ഇത് കുടിക്കേ. ഈ അമ്മേ, മതി മതി എന്ന് പറഞ്ഞേ ഇവിടെ കുടിക്കുമ്പോളെ ദാ. അപ്പോഴാണ് അവിടേക്ക് മനീഷ് വന്നത്. പ്രിയ എന്ന് വിളിക്കുകയാണ്. ആയ് അച്ഛാ എന്ന് വിളിച്ച് പ്രിയ ഓടുകയാണ്. മേഘ അന്തം വിട്ട് നിൽക്കുകയാണ്. അപ്പോൾ പ്രിയ ഓടി പോവുകയാണ് അച്ഛൻ്റെ അടുത്തേക്ക്. അച്ഛാ അച്ഛാ എന്ന് വിളിച്ചിട്ട് അച്ഛൻ്റെ അടുത്തെത്തി പ്രിയയെ അച്ഛൻ കെട്ടിപ്പിടിക്കുകയാണ്. ഇന്നലെ എന്താ അച്ഛാ വരാത്തേ? ഇന്നലെ അച്ഛന് കുറച്ച് ജോലി ഉണ്ടായിരുന്നു മോളെ, അതാ അച്ഛൻ വരാതിരുന്നത്. ഇന്നലെ അച്ഛൻ വരുമെന്ന് പറഞ്ഞ് ഞാൻ ഒരുപാട് സമയം വെയിറ്റ് ചെയ്തു. സോറി മോളെ, ഇന്നലെ വരാൻ പറ്റിയില്ല. അതല്ലേ ഇന്ന് വന്നത്. അപ്പോൾ ഇന്നെന്നെ കൂട്ടിക്കൊണ്ടു പോവോ? ഉറപ്പായിട്ടും കൂട്ടിക്കൊണ്ടു പോകും മോളെ. പ്രിയ, ഇയാളോട് എവിടെ കൂട്ടിക്കൊണ്ടു പോകാനാണ് പറയുന്നത്? അച്ഛൻ എന്നോട് ഇന്നലെ മാളിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം എന്ന് പറഞ്ഞതാ. എന്നിട്ട് ഇന്നലെ വന്നില്ല, അതുകൊണ്ടാണ് ഇന്ന് കൂട്ടിക്കൊണ്ടു പോകാൻ പറഞ്ഞത്. മാളിലൊന്നും നിന്നെ പറഞ്ഞേക്കാൻ പറ്റില്ല. മേഘ മനീഷിനോട് ചോദിക്കാണ്, എന്താ നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? ഇപ്പം നോക്കിയാലും ഇവളെയും കൊണ്ട് പുറത്ത് കറങ്ങാണല്ലോ. എന്താ മേഘ, എന്നും അവളെ പുറത്ത് കൊണ്ടുപോകുന്നില്ലല്ലോ. ആഴ്ചയിൽ 1-2 ദിവസമല്ലേ വരുന്നുള്ളൂ. അതും നിനക്കിഷ്ടമല്ലേ? ഇങ്ങോട്ട് നോക്ക്. എൻ്റെ കുഞ്ഞിനോട് സംസാരിക്കുന്നതും ഇടപഴകുന്നതും ഒന്നും എനിക്കിഷ്ടമല്ല. വേറെ വഴിയില്ലാത്തതുകൊണ്ട് സഹിക്കുക ഞാൻ. ഇനി ഈ വീട്ടിലേക്ക് വരരുത്. നിനക്ക് മോളെ കാണണമെങ്കിൽ ആഴ്ചയിൽ 1 തവണ ഞാൻ പുറത്തേക്ക് കൊണ്ടുവരാം. നീ ഒരു അരമണിക്കൂർ സമയം മോളോട് സംസാരിച്ചിട്ട് പോയേക്ക്. ഓ, സ്വന്തം കുഞ്ഞിനെ കാണാൻ ടൈം ഫിക്സ് ചെയ്യുന്നു. നീ പറയുന്നതൊന്നും എനിക്ക് കേൾക്കാൻ പറ്റില്ല. എൻ്റെ കുഞ്ഞിനെ എനിക്ക് എപ്പോൾ കാണാൻ തോന്നുന്നു അപ്പോഴൊക്കെ ഞാൻ തീർച്ചയായും വരും. എൻ്റെ മോളെ ഞാൻ കാണും. അത് എതിർക്കാനുള്ള അവകാശം നിനക്കില്ല. എല്ലാം കേട്ടുകൊണ്ടാണ് മനോഹരൻ അങ്ങോട്ടേക്ക് വരുന്നത്. അപ്പോൾ മനീഷ് പറയാണ്, നീ ഇപ്പോൾ എൻ്റെ കൂടെ അയക്ക്. ഞാൻ പ്രിയയും കൊണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ പാർട്ടിക്ക് പോവാ. നിങ്ങൾ ഇറങ്ങാൻ നിൽക്കുക. നിൻ്റെ ഫ്രണ്ടിൻ്റെ പാർട്ടിക്ക് നീ പോവും. പ്രിയയെ എന്തിനാ കൊണ്ടുപോകുന്നേ? മനോഹരൻ അമ്മ വാ. എന്താ മോളെ ഇവിടെ വന്നേ? വരുന്നു മോളെ. എന്താ മോളെ, ഞാൻ പ്രിയയും കൊണ്ട് എൻ്റെ ഫ്രണ്ടിൻ്റെ പാർട്ടിക്ക് പോകാൻ ഇറങ്ങുമായിരുന്നു. അതിനെന്താ മോളെ, ഇയാൾ വന്ന് പ്രിയയെ പുറത്തേക്ക് കൊണ്ടുപോകണം എന്ന് പറയാമാവാ. മനുഷ്യേ, രാവിലെ മുതൽ പ്രിയയും കൊണ്ട് പാർട്ടിക്ക് പോകണം എന്നുള്ള കാര്യം മേഘ പറഞ്ഞതാണ്. തോന്നുമ്പോൾ വന്നിങ്ങനെ പ്രിയയെ വിളിച്ചാൽ എന്താ ചെയ്യുക? നമുക്ക് ഒരു കാര്യം മനസ്സിലാക്കുക. പ്രിയയെ കാണുകയും സംസാരിക്കുകയും ചെയ്യണമെങ്കിൽ നേരത്തെ മേഘയെ വിളിച്ച് പെർമിഷൻ വാങ്ങണം.
എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് പ്രിയയെ അങ്ങനെ വിടാനൊന്നും പറ്റില്ല. രാവിലെ മുതൽ അമ്മയുടെ കൂടെ വരാം എന്നല്ലേ നീ പറഞ്ഞേ? മനീഷ് വന്ന് നീ ഇയാളുടെ കൂടെ പോകുന്നെന്ന് പറയുന്നു. മര്യാദയ്ക്ക് എൻ്റെ കൂടെ വാ. സോറി അച്ഛാ, ഞാനിന്ന് അമ്മയുടെ കൂടെ പോവാ. ഒരു ദിവസം ഞാൻ അച്ഛൻ്റെ കൂടെ വരാം. അച്ഛൻ വല്ലാതെ വിഷമിക്കുകയാണ്. ശരി മോളെ, വാ മനോഹരൻ, കൂട്ടിയിട്ട് പോയിക്കോ, അമ്മയുടെ കൂടെ പോയിക്കോ കേട്ടോ. നോക്ക് മനീഷേ, ഇനി ഈ വീട്ടിലേക്ക് നീ ഇടക്കിടയ്ക്ക് ഇങ്ങനെ വരാനൊന്നും നോക്കണ്ട. നിനക്ക് പ്രിയയെ കാണണമെങ്കിൽ മേഘയെ ആദ്യം ഫോണിൽ വിളിച്ചറിയിക്ക്. പ്രിയയെയും കൊണ്ട് ഞാൻ പാർക്കിലെങ്ങാനും വരാം. കണ്ട് സംസാരിച്ചിട്ട് മിണ്ടാതെ പോയേക്കണം. എനിക്ക് എൻ്റെ മോളെ കാണാനായിട്ട് നീ ആരാടാ സമയം പറയാൻ? എനിക്ക് ഇഷ്ടമുള്ളപ്പോൾ ഞാൻ പ്രിയയെ വന്ന് കാണും. അത് തടയാനുള്ള അവകാശം നിനക്കുമില്ല മേഘയ്ക്കുമില്ല. ദേഷ്യത്തോടെ അത്രയും പറഞ്ഞ് മനീഷ് അവിടെ നിന്നും ഇറങ്ങിപ്പോയി. മനോഹരൻ ചിന്തിക്കുകയാണ്, വന്ന് വന്ന് ഇവൻ്റെ അഹങ്കാരം കുറേ കൂടുകയാണല്ലോ. ഇവൻ്റെ കയ്യും കാലും അടിച്ചൊടിച്ചാലേ ഇവൻ അടങ്ങുള്ളൂ എന്ന് തോന്നുന്നു. എന്നെ കാണിക്കുന്നത് ചന്ദ്രികയും സിദ്ധാർത്ഥും ക്ഷേത്രത്തിൽ നിന്ന് തിരിച്ചു വരികയാണ്. അപ്പോഴേക്കും ചന്ദ്രികയുടെ കാലൊന്ന് സ്ലിപ്പായിപ്പോയി. അപ്പോൾ ചന്ദ്രിക ഹാന്ന് പറയാണ്. അപ്പോൾ സിദ്ധാർത്ഥ് പറയാണ്, എന്താ ചന്ദ്രിക, ചന്ദ്രിക എന്ത് പറ്റി? ചന്ദ്രിക നിമിഷം ഇവിടെ ഇരിക്കേ, പതുക്കെ നോക്കാം. എന്താ ചന്ദ്രിക, എന്ത് പറ്റി? ഒന്ന് സ്ലിപ്പായി സാർ. എന്താ ചന്ദ്രിക, ഒന്ന് നോക്കി ഇറങ്ങണ്ടേ? എന്നെ പിടിക്ക്, പതുക്കെ എഴുന്നേൽക്ക്, വാ. അപ്പോഴേക്കും വീണ്ടും ചന്ദ്രിക താഴേക്ക് വീണു. എന്താ ചന്ദ്രിക? ഊന്നാൻ പറ്റുന്നില്ല സാർ. കാല് കാണിക്ക്. എവിടെയാണോ? ഇവിടെയാണോ? സാർ 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 എന്താ സാർ കാലിലൊക്കെ തൊട്ട്? കാലുളക്കിയാൽ പിന്നെ കാലി തൊടാതെ പിന്നെ എന്താ ചെയ്യാം? എന്താണെന്ന് നോക്കണ്ടേ? വെറുതെ ഇരിക്കാൻ പറ്റുമോ? എന്താ നോക്കട്ടെ ചന്ദ്രിക. ഈ സമയത്ത് ചന്ദ്രിക സിദ്ധുവിനെ തന്നെ നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അടുത്തതായി കാണിക്കുന്നത്, എന്താ ചന്ദ്രികയെ കാണിക്കുന്നത്? കാറിൻ്റെ അടുത്ത് വരെ നീ നടന്നു വന്നാൽ എന്തെങ്കിലും പ്രശ്നമാവും. അതുകൊണ്ട് നീ അതിനു മുമ്പേ നോക്കട്ടെ. നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. വേണ്ട സാർ, ഞാൻ എങ്ങനെയെങ്കിലും നടന്നു വരാം. പറയുന്നത് നീ കേട്ടാൽ മതി, വേറെ ഒന്നും ചെയ്യണ്ട സാർ. പിന്നെ സിദ്ധു ചന്ദ്രികയെ വിലങ്ങനെ എടുത്തുകൊണ്ട് പോവാണ്. സാർ എന്താ സാർ സ്വന്തം ഇഷ്ടത്തിന് ഇങ്ങനെ? നീ അവിടെ ഒന്നും മിണ്ടാതിരുന്നാൽ മതി. സിദ്ധു വിലങ്ങനെ ചന്ദ്രികയെ പൊക്കിക്കൊണ്ടുപോവാണ്. അതേസമയം ചന്ദ്രിക സിദ്ധുവിനെ തന്നെ നോക്കുകയാണ്, സിദ്ധു ചന്ദ്രികയെ നോക്കുകയാണ്. അങ്ങനെയാണ് ഇന്നത്തെ ഭാഗം അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തതായി പുതിയ വീഡിയോയുമായിട്ട് വരുന്നതുവരേക്കും സി യു ഓൾ.